കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കേരളം വട്ടം കറങ്ങിയത് പാലക്കാടിന് ചുറ്റുമായിരുന്നു. ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടാക്കിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ പോളിംഗിന് ശേഷവും കെട്ടടങ്ങിയിട്ടില്ല. പ്രതീക്ഷിച്ച പോളിംഗ് പാലക്കാട് ഉണ്ടായിട്ടില്ല. ഇത് മൂന്ന് മുന്നണികളെയും നിരാശരാക്കുന്നുണ്ട്. 70.51% വോട്ടർമാരാണ് പാലക്കാട്ട് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. ആകെ 1,94,704 വോട്ടർമാരാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലുള്ളത്. 1,37,286 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗ് കുറഞ്ഞു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗ് കൂടിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം 75.27%. ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ 69.96% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. മൂന്ന് മുന്നണികൾക്കും ശക്തമായ വേരോട്ടമുള്ള മണ്ഡലമാണ് പാലക്കാട്. കേരളത്തിൽ ത്രികോണ മത്സരം നടക്കുന്ന ചുരുക്കം മണ്ഡലങ്ങളിലൊന്ന്. വിവാദം നിറഞ്ഞതായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. ഇത്രയും വിവാദങ്ങൾ ഉയർന്ന ഒരു തിരഞ്ഞെടുപ്പ് അടുത്ത കാലത്തുണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. കോൺഗ്രസ് നേതാവ് പി സരിൻ പാർട്ടിയോട് തെറ്റിപ്പിരിഞ്ഞതാണ് ആദ്യ ബോംബ് പൊട്ടൽ. പിന്നീട് സരിൻ CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തിയതോടെ ഉപതെരഞ്ഞെടുപ്പ് പാലക്കാടൻ ചൂടിനേക്കാൾ തിളച്ചു മറിഞ്ഞു. പത്തനംതിട്ടയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് വണ്ടി കയറി എത്തിയത് കോൺഗ്രസിലും ചില പോക്കറ്റുകളിൽ മുറുമുറുപ്പിന് കാരണമായി. BJPക്കും ഉണ്ടായിരുന്നു അനിശ്ചിതത്വം. സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ എത്തുമെന്നായിരുന്നു പ്രചാരണം. അവസാന ഘട്ടത്തിൽ കൃഷ്ണകുമാർ തന്നെ BJP സ്ഥാനാർത്ഥിയായി. സന്ദീപ് വാര്യർ ഇടഞ്ഞതോടെ BJPയും വെട്ടിലായി. ഏറെ അഭ്യൂഹങ്ങൾക്കൊടുവിൽ സന്ദീപ് കോൺഗ്രസിൽ ചേക്കേറി. അതിനിടയിലുണ്ടായ നീല ട്രോളി ബാഗ് വിവാദം തെരഞ്ഞെടുപ്പിൻ്റെ മേളം കൊഴുപ്പിച്ചു. ഏറ്റവും ഒടുവിൽ LDF, സുപ്രഭാതം, സിറാജ് എന്നീ പത്രങ്ങളിൽ നൽകിയ പരസ്യവും LDFനുള്ളിൽ തന്നെ മുറുമുറുപ്പുണ്ടാക്കി. ഇതൊക്കെ എങ്ങനെയാവും വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടാവുക? പ്രമുഖ ഇലക്ഷൻ അനലിസ്റ്റ് ഡോക്ടർ ഗോപകുമാർ ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങൾ നടത്തുന്നു. ഒരു ഓൺലൈൻ ചാനലിലാണ് ഡോക്ടർ ഗോപകുമാർ തൻ്റെ നിരീക്ഷണങ്ങൾ പങ്കുവച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കലാകൗമുദിയുമായി ഡോക്ടർ ഗോപകുമാർ പങ്കുവച്ച നിരീക്ഷണങ്ങൾ കൃത്യമായിരുന്നു. സന്ദീപ് വാര്യരുടെ കൂറുമാറ്റം BJPക്ക് അനുകൂലമായി മാറിയെന്നാണ് ഡോക്ടർ ഗോപകുമാർ പറയുന്നത്. കോൺഗ്രസിന് കാര്യമായ ഗുണം ഈ മറുകണ്ഠം ചാടലിലൂടെ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള സന്ദീപിൻ്റെ വരവ് കോൺഗ്രസ് അണികൾക്കിടയിലുണ്ടായ ആശയക്കുഴപ്പമാണ് പോളിംഗ് കുറയാൻ ഒരു കാരണമെന്നും അദ്ദേഹം വിലയിരുത്തുന്നു. സാധാരണ ഒരാൾ പാർട്ടി വിടുമ്പോൾ തിരിച്ചടിയാണ് ഉണ്ടാവുക. എന്നാൽ ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. RSS ശക്തമായി BJP സ്ഥാനാർത്ഥിക്കായി നിലകൊണ്ടതും BJPക്ക് അനുകൂലമായി. പ്രാദേശിക സ്ഥാനാർത്ഥി എന്ന ഘടകവും കൃഷ്ണകുമാറിന് തുണയായെന്നും ഡോക്ടർ ഗോപകുമാർ പറയുന്നു. തുടക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു മുൻതൂക്കം. എന്നാൽ അത് നിലനിർത്താൻ UDFന് കഴിഞ്ഞില്ലെന്നും ഡോക്ടർ ഗോപകുമാർ വിലയിരുത്തുന്നു. സരിന് തിരിച്ചടിയാകുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന പത്രപരസ്യമാണെന്നും ഡോക്ടർ ഗോപകുമാർ പറയുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം പോലെ അനാവശ്യമായിരുന്നു ഈ പത്രപരസ്യമെന്നും ഡോക്ടർ ഗോപകുമാർ പറയുന്നു. അപ്പോൾ പാലക്കാട്ട് ആരാവും ജയിക്കുക? രാഹുൽ തന്നെ ജയിക്കുമെന്നാണ് ഡോക്ടർ ഗോപകുമാർ പ്രവചിക്കുന്നത്. നേരിയ ഭൂരിപക്ഷം മാത്രമാവും ലഭിക്കുക. BJP 2ാം സ്ഥാനത്ത് വരും. 3ാം സ്ഥാനത്ത് തന്നെയാവും ഇക്കുറിയും LDFൻ്റെ സ്ഥാനമെന്നും ഡോക്ടർ ഗോപകുമാർ പ്രവചിക്കുന്നു.